ഗാനാലാപത്തിൻ്റെയും പുതിയ സൃഷ്ടി സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് സാമൂഹിക വിമർശനങ്ങൾക്ക് യുക്തിഭദ്രമായ ഒരിടം കണ്ടെത്തിയിട്ടുള്ള ഒരാളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരൊരു സാഹചര്യത്തിൽ കാലത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കാലോചിതമായ ഒരു നിലപാടാണ് മാഡത്തിൻ്റെ ഓരോ സൃഷ്ടികളിലും പ്രതിഫലിക്കുന്നത്. വസ്തുത അങ്ങനെയിരിക്കെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വളരെ മുന്നിലാണ് വിദ്യാഭ്യാസപരമായും എല്ലാ രംഗങ്ങളിലും. എന്നിട്ടും എന്തുകൊണ്ട് സ്ത്രീകൾക്ക് സമൂഹത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതലെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും കഴിവിൻ്റെയും പ്രാഗൽഭ്യത്തിൻ്റെയും മുമ്പിൽ കേരളത്തിലെ സ്ത്രീകൾ ഒട്ടും പിന്നിലല്ല എന്നിരിക്കെ എന്തുകൊണ്ട് കേരളത്തിൽ സ്ത്രീകൾക്ക് ആ ഒരു തുല്യമായ അവസരം കൈവരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യം കേരളത്തിലെ പൊതുസമൂഹം ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഒരു തൃപ്തികരമായ മറുപടി മാഡത്തിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ സമയത്തെ മാത്രം കാര്യമല്ല. ആദാമിൻ്റെ വാരിയലിൽ നിന്നും സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞും പെണ്ണായി തീർന്നാൽ മണ്ണായി തീരും വരെ കണ്ണുനീർ കുടിക്കണം എന്ന അലിഖിത നിയമം കൊണ്ടുമൊക്കെ, അതുപോലെ മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഒക്കെ സ്ത്രീകളെ ഒരു വിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ ഒരു സമൂഹം തന്നെ, പൊതുസമൂഹം തന്നെ അവളെ ഉൾവലിഞ്ഞിരിക്കണം എന്ന ഒരു നിയമം ഉണ്ടാക്കി ഇരിക്കുകയായിരുന്നു അന്നും ഇന്നും എന്നും. അപ്പോൾ ഞാൻ പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ട് കേരളത്തിലെ സ്ത്രീകൾ എന്തുകൊണ്ട് എന്താ പറയുക പ്രതികരിക്കുന്നില്ല, പ്രതികരണശേഷി ഇല്ല എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരം സ്ത്രീക്ക് ശബ്ദമില്ല എന്നത് തന്നെയാണ്. എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും എന്തൊക്കെ അടിച്ചമർത്തലുകൾ ഉണ്ടെങ്കിലും അവള് നിലപാടില്ലാത്തവളായി, ഒരു ശബ്ദമില്ലാത്തവരായി സമൂഹത്തിൽ നിന്ന് ഉൾവലിഞ്ഞ് ഇരിക്കുന്ന ആ ഒരു അവസ്ഥ കൊണ്ട് മാത്രമാണ് ഇന്ന് കേരളത്തിലെ സ്ത്രീകൾ ഒരുപാട് ദുരവസ്ഥകൾ അനുഭവിക്കുന്നത്. ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക എന്ന് പറഞ്ഞ് ഒരു വിഭാഗം മാറി നിൽക്കുന്നു. പെണ്ണ് ശബ്ദമില്ലാത്തവളാകണം, നിലപാടില്ലാത്തവളാകണം എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വിഭാഗം. അങ്ങനെ ഒരുപാട് അവളുടെ മേല് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരുപാട് ദുരവസ്ഥകളുടെ പരിണിത ഫലമായി സ്ത്രീ ശബ്ദിക്കാതെ ശബ്ദമില്ലാത്തവളായി നിശബ്ദമായി കഴിഞ്ഞുകൂടുന്നു. ആദ്യം തന്നെ ഓരോ സ്ത്രീക്കും ശബ്ദമുണ്ടാകണം. രണ്ടാമതായി ഓരോ സ്ത്രീക്കും നിലപാടുകൾ ഉണ്ടാകണം. ഏതൊരാളും നമ്മളുടെ നേരെ എന്തൊക്കെ എന്താ പറയുക പ്രതിരോധിക്കാൻ വന്നാലും അവൾ അതിശക്തമായി അതിന് എതിരെ ശബ്ദമുള്ളവരാകണം, നിലപാടുള്ളവളാകണം. എങ്കിൽ മാത്രമേ എത്ര വിദ്യാഭ്യാസപരമായിട്ടും എത്ര സാമൂഹികപരമായിട്ടും എത്ര വാണിജ്യപരമായിട്ടും നമ്മൾ കേരളം ഭയങ്കര മുൻപന്തിയിലാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഓരോ സ്ത്രീകളും സ്വയം മനസ്സിലാക്കി സ്വത്വമുള്ളവരായി നിലപാടുള്ളവരായി ശബ്ദമുള്ളവരായിരിക്കണം. ഇനി ഞാൻ ചോദിക്കുന്നത് ഒറ്റ വാക്കിൽ, ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമില്ല. ഞാൻ ചോദിക്കുന്നത് ഒറ്റ വാക്കിൽ മറുപടി. കാലത്തായി ദൃശ്യമാധ്യമങ്ങളിൽ എല്ലാവർക്കും നേരിട്ട് കാണാൻ പാകത്തിൽ ചെറിയ കുട്ടികൾ, കൗമാരപ്രായമായ പെൺകുട്ടികൾ വാസ്തവത്തിൽ ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട്